ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കഴുന്തിരിമല ഇടിഞ്ഞുള്ള സ്പോട്ടിലാണ്. നമ്മുടെ പണ്ടത്തെ ഓൾഡ് മൂന്നാറുണ്ടായ രാജപാതയിലാണ്. ഇത് 1924 വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ ഏരിയയാണ് കഴുതിരിമല വീണ് കണ്ട. ഇവിടെ തന്നെ കഴുതിരിമലയുടെ അവശിഷ്ടങ്ങൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും. എന്തായാലും ഇതിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു വൈബ് തന്നെയാണ്. ഈ ഭാഗത്ത് കഴുതിരിമലയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന രാജപാതയാണ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് ജോൺ ഡാനിയൽ മൺട്രോ എഞ്ചിനീയർ നിർമ്മിച്ച പാതയാണ്. 1800, 850, 20 കാലഘട്ടത്തിൽ നിർമ്മിച്ച പാതയാണ് ഈ കാണുന്നത്. സൈക്കിൾ എലമെന്റ് ഇപ്പോൾ വൻ കുത്തനെ കയറ്റമോ വളർന്നിരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു കിടിലൻ പാത. അതും നമ്മുടെ മൂന്നാറിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഈ റോഡ് കംപ്ലീറ്റ്ലി റെഡി ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളീ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ടത്തെ രാജപാത എന്താ ഒരു രക്ഷയില്ല. എലിഫന്റ് ഷേപ്പ് പാലങ്ങളാൻ പോകണം, പ്രശ്നമല്ല. അത് പൊളിച്ചാൽ അതൊക്കെ പൊളിഞ്ഞു. അതിൻ്റെ അവശിഷ്ടങ്ങൾ അതിൽ കാണാൻ ചാൻസ് കൂടുതലാണെന്നുള്ളൂ. കാണൂല. അവിടെ നിന്ന് ടൈമനുണ്ടോ? അവിടെ നിന്ന് കിടക്കാൻ ടൈമനുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മാങ്കുളം ആനക്കുളം ഏരിയയിലാണ്. നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. ഇത് ഓൾഡ് മൂന്നാർ റോഡിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ 5 കിലോമീറ്ററോളം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ട് ഓൾഡ് മൂന്നാർ റോഡ് അഥവാ രാജപാതയിലൂടെ. ആക്ച്വലി ഈ റോഡ് നിർമ്മിച്ചത് നമ്മുടെ ജോൺ ഡാനിയൽ മൺട്രോ ബ്രിട്ടീഷ് എഞ്ചിനീയറാണ്. 1850 to 70 കാലഘട്ടത്തിൽ. ഇത് 1924 വൻ പ്രളയത്തിലായിരുന്നു ഈ റോഡ് തകർന്നു പോയത്. കാരണം കഴുതിരിമല വീണ സ്പോട്ടൊക്കെ നമുക്ക് കണ്ടല്ലോ. ആ ഏരിയയിലായിരുന്നു ഈ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് പിന്നെ അവസാനമാണ് നേര്യമംഗലം വരെയുള്ള റോഡായത്. ആക്ച്വലി ഈ റോഡിൽ പോകണമെങ്കിൽ നമുക്ക് കുത്തനെ കയറ്റവും ഇറക്കവുമില്ല. അതുപോലെ തന്നെ ഒരു 30 കിലോമീറ്ററോളം ദൂരം ഇതിലൂടെ കുറവുമാണ്. എത്രയും പെട്ടെന്ന് ഈ പാത ഓപ്പൺ ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഹൈക്കോടതിയിൽ ഇതിൻ്റെ കേസ് നടക്കുകയാണ് ഈ റോഡ് തുറക്കാനായിട്ട്. ഇപ്പം നമ്മൾ വന്നത് എളമ്പ്രാശ്ശേരിയിൽ നിന്നുള്ള മലയോര ഹൈവേ ആണ്. ആക്ച്വലി രാജപാത മലയോര ഹൈവേ അല്ല. അവിടെ നിന്ന് നമ്മളാകെ 5 കിലോമീറ്റർ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം കൊടുംബലത്തിലൂടെയാണ്. ആക്ച്വലി ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊളി വൈബാണ്. ആക്ച്വലി ഇവിടെ തന്നെ സെറ്റപ്പ് ആണെങ്കിൽ മറ്റേ ഉൾക്കാട്ടിലേക്ക് കയറണമെങ്കിൽ വേറെ ലെവലായിരിക്കും. എന്തായാലും ഉടനെ തന്നെ ഈ റോഡ് പ്രതീക്ഷിക്കുന്നു, റോഡ് തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം, ഉറപ്പില്ല. അപ്പോൾ നമുക്ക് ഈ റോഡ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുലിമുരുക സിനിമ കണ്ടാൽ മതി. വീണ്ടും വെള്ളച്ചാട്ടം പൂയംകുട്ടി ഭാഗത്ത് വരുന്നത്. എന്തായാലും അപ്പോൾ നമുക്ക് ഈ കാഴ്ചയും കണ്ടാണ് എൻജോയ് ചെയ്ത് പോകാം. ഇപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ. ഇത്രയൊക്കെ ഏറ്റവും റെഡിക്ക് റോഡ് ഓക്കെ. ആക്ച്വലി നമ്മുടെ ഈ റോഡ് ആരംഭിക്കുന്നത് നമ്മുടെ മലയാറ്റൂരിൽ നിന്നുമാണ്. മലയാറ്റൂർ തുണ്ടം വഴി നേരെ നമ്മുടെ ഭൂവത്താങ്കെട്ട് ഡാമിൽ നിന്ന് നേരെ നമ്മുടെ കുട്ടമ്പുര തട്ടേക്കാട് വഴി നേരെ നമ്മുടെ പൂയംകുട്ടിയിൽ നിന്നും പീണ്ടിമേട് വഴി നേരെ നമ്മുടെ മാങ്കുളം ആനക്കുളം വഴി
ആണ് ഈ റോഡ് പോകുന്നത്. ഇത് നമ്മൾ അവസാനിക്കുന്നത് നേരെ എന്നിട്ട് പെരുമ്പങ്കുത്ത് വാട്ടർഫോളിൽ നിന്ന് നേരെ നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി നമുക്ക് മൂന്നാറിലേക്ക് പോകും. അതുപോലെ തന്നെ വട്ടവടയിൽ നിന്നും എസ്കേപ്പ് റോഡ് വഴി നമുക്ക് കൊടൈക്കനാലിലേക്കും പോകാൻ പറ്റുന്ന ബെസ്റ്റ് ഈസിയസ്റ്റ് വേ ആണ്. ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാതയാണ്. ആലോചിക്കണം, ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചെങ്കിൽ ഇപ്പോഴെന്താണ് ഈ പാത തുറക്കാത്തതെന്നുള്ളത് യാതൊരു ഐഡിയയും ഇല്ല. എന്തായാലും ഉടനെ തന്നെ ഇത് തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മുടെ കൊച്ചിയിൽ നിന്ന് നേരെ നമ്മുടെ കൊടൈക്കനാലിലേക്ക് പോകാനുള്ള ഈസിയസ്റ്റ് വേ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കംപ്ലീറ്റ്ലി ഓപ്പൺ അല്ല. എസ്കേപ്പ് റോഡും ക്ലോസ്ഡ് ആണ്, അതുപോലെ തന്നെ തുണ്ടംവരി ക്ലോസ്ഡ് ആണ്. ഇപ്പം ആകെ നമുക്ക് കുറച്ച് ഒരു 5 കിലോമീറ്റർ മാത്രമേ നമ്മൾ ഈ കാട്ടിലൂടെ അതോ നമ്മുടെ രാജപാതയിലൂടെ നമ്മൾ പോകുന്നുള്ളത്. ആക്ച്വലി ഈ റോഡ് കംപ്ലീറ്റ്ലി തുണ്ടംവരി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വട്ടവടയിൽ നിന്ന് നേരെ നമ്മുടെ കൊടൈക്കനാലിലേക്കും പോകാനുള്ള ഈസിയസ്റ്റ് വേ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും കണ്ടറിയാം ഭാവിയിൽ ഇത് തുറക്കുമോ ഇല്ല എന്നുള്ളത്. എന്തായാലും ഹൈക്കോടതിൻ്റെ കേസ് പോകുന്നുണ്ട് രാജപാത തുറക്കാനായിട്ട്. എന്താവുമെന്നുള്ളത് യാതൊരു ഐഡിയയും ഇല്ല. നമ്മളപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആനക്കുളം മാങ്കുളം ഏരിയ. നമ്മൾ നിൽക്കുന്നത് മാങ്കുളം, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആനക്കുളം ഏരിയയാണ്. ആക്ച്വലി കൊടുമരമാണ്. ആ ഭാഗത്തൊക്കെ കാട്ടുമൃഗങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. നമ്മളീ പോകുന്ന റോഡിലും കാട്ടാൻ ഇറങ്ങുന്ന ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചെങ്ങാനും ഡ്രൈവ് ചെയ്യണേ, അല്ലെങ്കിൽ പണി വാളും. ഈ ഭാഗത്ത് ഒക്കെ ആനപ്പിണ്ടം കിടക്കുന്ന ചില ഭാഗത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ അത് അത്രമാത്രം ഒന്നും കിട്ടിയില്ലായിരുന്നു ചില ഏരിയയിലൊക്കെ ആയിട്ട്. പക്ഷെ നല്ല കാട്ടാന ഇറങ്ങുന്ന റൂട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ കുത്തനെ വളവും തിരിവില്ലാതെ സൈക്കിൾ അലൈൻമെൻറ്റിൽ പോകുന്ന നേരെ പോകുന്ന റോഡ്. എന്നാലും നമുക്ക് ടോപ്പ് ഗിയറിൽ തന്നെ ഇതിലൂടെ ഓടിച്ചു പോകാൻ പറ്റും റോഡ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ. പിന്നെ സൂക്ഷ്യം കണ്ടും പോകാം. കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന ഏരിയ ആയതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് കയറണം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ചെറിയ രീതിയിലുള്ള കൊക്കയുമാണ്. അതുകൊണ്ട് സൂക്ഷ്യം കണ്ടും ഡ്രൈവ് ചെയ്ത് പോകണം കേട്ടോ. ഒരു റിക്വസ്റ്റ് ആണേ. പിന്നെ വേറെ ഒന്ന് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്ത് വൈബാന്ന് പറയാം. നമ്മുടെ അടിമാലി വഴി പോകുന്നതൊന്നുമല്ല. ആക്ച്വലി നമ്മുടെ നേര്യമംഗലം അടിമാലി വഴി മൂന്നാറൊന്നും ഒന്നുമല്ല. ഈ റൂട്ട് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ശരിക്കും നമുക്ക് മൂന്നാറിലെ വൈബ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ മറ്റേ തുണ്ടംവരിയിൽ നിന്ന് നേരെ എസ്കേപ്പ് റോഡും കൂടി ഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്ക് കൊടൈക്കനാൽ കൊച്ചിയിൽ നിന്നും നെടുമ്പാശ്ശേരി വഴി നമ്മുടെ മലയാറ്റൂർ തുണ്ടംവരി നേരെ നമുക്ക് സുഖമായിട്ട് നമുക്ക് കൊടൈക്കനാലിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റൂട്ടാണ്. എത്രയും പെട്ടെന്ന് ഓപ്പൺ ആകുമെന്ന് പ്രതീക്ഷിക്കാം. കണ്ടറിയാം, യാതൊരു ഐഡിയയും ഇല്ല. എന്നാൽ എസ്കേപ്പ് റോഡ് ഓപ്പൺ ആകില്ല എന്നുള്ളത് കണ്ടറിയാം. കാരണം അത് തമിഴ്നാടുകാരുടെ കയ്യിലാണ്. നമ്മുടെ ഈ റോഡ് എൻഡ് ആവുന്നത് പെരുമ്പങ്കുത്ത് വാട്ടർഫോളിൻ്റെ ഭാഗത്താണ്. ആക്ച്വലി നല്ല പൊളി വൈബാണ്. എന്തായാലും പെരുമ്പങ്കുത്ത് വാട്ടർഫോളിനും പിന്നെ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലത്തിനെയും പറ്റിയുള്ള നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മുടെ റൈറ്റ് സൈഡിൽ ചില ഭാഗത്തൊക്കെ മലയാറ്റൂരിൻ്റെ ഫോറസ്റ്റ് ഡിവിഷൻ ഏരിയ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഈ പാർട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. താങ്ക് യു സോ മച്ച്.